അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. പരീക്ഷയൊക്കെ നല്ലപോലെ എഴുതിയോ മോളെ? ആ, എഴുതിയിട്ടുണ്ട്. റിസൾട്ട് വരുമ്പോഴറിയാം. മരിച്ചെടുത്തേ. ഇതെന്തു പറ്റി? എന്താ കുഞ്ഞെ? ആളങ്ങ് കനത്തു പോയല്ലോ. വലിച്ചേരി തിന്നുന്നുണ്ടാവല്ലേ? ഏയ്, ഇത് നീലാണ്ടന്റെ എള്ളും പിണ്ണാക്കാ കുഞ്ഞെ. ഞാൻ വല്ലപ്പോഴും കൂടി ഒരു കുപ്പി കള്ളു കുടിക്കും, അത്ര തന്നെ. അത് ആരെ കൊണ്ടെങ്കിലും വീട്ടിൽ മേടിപ്പിച്ച് വെച്ച് കഴിക്കരുതോ? എന്തിന്? എടോ, ഞാനൊരു മൃഗഡോക്ടറാ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളാ. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് ദുഃഖമുള്ളൂ. എന്താ? ആ മത്തായിച്ചനെ ഒന്ന് സമാധാനിപ്പിച്ചെടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഡോക്ടറെ, അതിന് ചെറിയൊരു പണിയുണ്ട്. മുട്ടയുടെ ഒരു പ്രയോഗം. മുട്ടയുടെ പ്രയോഗമോ? അതെ, പക്ഷെ അത് ഇച്ചിരി കാശ് ചെലവുള്ള പണിയാ. അതെത്ര വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. സംഗതി എന്താണെന്ന് പറ. ഞാന് ഒരു മുട്ട മന്ത്രിപ്പിച്ചു തരാം. എന്നിട്ട് 7:30 വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ഒരു ഈറം തോർത്ത് കൊടുത്ത് മത്തായുടെ വീട്ടുപടിക്ക ചെല്ലണം. എന്നിട്ട് പഠിക്കേന്ന് ഒരു 3 ചുവട് അളന്ന് ഒരു കുഴി ഒഴിക്കണം. എന്നിട്ട് മുട്ട ആ കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടണം. വീട്ടിൽ തിരിച്ചു വരുന്നത് വരെ വാ പൊളിക്കരുത്. പൊളിച്ചാൽ തല പൊട്ടിത്തെറിച്ചു. എടാ പരമ കഴിവേരുടെ മോനെ, നീ എനിക്കിട്ട് വെച്ച പാര അയാൾക്കും വെക്കില്ലേ? ശരിയാക്കിയില്ലെങ്കിൽ ഇന്നടോ എനിക്ക്. നീ എവിടെ? എലിക്കുളം അവനും കൂടി ഒന്നുകൊണ്ട് ശരിയാക്കിയാലുണ്ട്. ഇന്ന് നിന്നെ ഞാൻ കൊല്ലടാ ഡോക്ടറെ. നീ തല പൊട്ടിത്തെറിക്കുന്ന ആ തല വെട്ടിക്കളയടാ. മര്യാദക്ക് നീ അവിടെ നിന്നോ. നിന്നെ ഞാൻ ഇതെന്താ പബ്ലിക് ആണെന്ന് കരുതിയോ? ആരോട് ചോദിച്ചിട്ടാ പൂ പറിച്ചത്? അല്ല, അത് പറയൂ. ശങ്കരപ്പിള്ളയുടെ. ഏത് ശങ്കരപ്പിള്ള? ഗുമസ്തൻ ശങ്കരപ്പിള്ള. തനിക്ക് ഇവിടെ എന്ത് കാര്യം? അല്ല, ചോദിച്ച കേട്ടില്ലേ മോളെ? ഇതാ ഞാൻ പറഞ്ഞ വിഷ്ണു. ഓ, ഐ സി. ഇവനൊരു അൺസിവിലൈസ്ഡ് കൺട്രിയാണെന്ന് തോന്നുന്നല്ലോ മമ്മി. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? ആർട്ടിസ്റ്റിക് ടേസ്റ്റ് ഉള്ള ആരെങ്കിലും ചെടി വിരിഞ്ഞിരിക്കുന്ന പൂ പറിക്കുമോ? വേണോന്ന് വിചാരിച്ച് പറിച്ചതല്ല, കണ്ടപ്പോ ഒരു കൗതുകം തോന്നി, അതുകൊണ്ട് പറിച്ചു പോയതാ. അങ്ങനെ കാണുന്നതിനോടെല്ലാം കൗതുകം തോന്നുന്നത് നല്ല പ്രകൃതം അല്ല. തെറ്റിപ്പോയേ. ഇനി കണ്ടാലും കണ്ണ് പിൻവലിച്ചു കളയാം. You try to learn manners first. I hate such type of idiots. ആന്റി, ഇതെന്ത് പ്രകൃതമാ? അവൾ ഒരു ബോൾഡ് ടൈപ്പാ. മനസ്സിൽ തോന്നുന്നത് എന്തും വെട്ടി തുറന്നു പറയും. എന്നാലും ഇതല്പം കൂടുതലാ. വിഷ്ണു അതൊന്നും കാര്യമാക്കണ്ട. വന്നാട്ടെ, നമുക്ക് ക്ലാസ് തുടങ്ങാം.